കേരളത്തിലെ ആദ്യ കാഴ്ച പരിമിതിയുള്ള ന്യായാധിപതിയായി ചുമതലയേൽക്കാനുള്ള ഒരുക്കത്തിലാണ് കണ്ണൂർ മാങ്ങാട് സ്വദേശിയായ തന്യനാഥൻ. സ്വപ്നം കാണുക, ആ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുക, ആ ചിന്തകളെ പ്രവൃത്തിയിലൂടെ സ്വന്തമാക്കുക. ഈ വാക്കുകൾ നമ്മുടെ പ്രിയപ്പെട്ട APJയുടെയാണ്. എന്നാൽ അബ്ദുൽ കലാമിന്റെ വാക്കുകളെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് കണ്ണൂർ മാങ്ങാട് സ്വദേശിനിയായ തന്യ. ബ്രെയിലി ലിപിയിലൂടെ നിയമം പഠിച്ച് താനിയ സംസ്ഥാനത്തെ ആദ്യ കാഴ്ച പരിമിതിയുള്ള ന്യായാധിപതിയായി ചുമതലയേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ്ജിമാരുടെ തിരഞ്ഞെടുപ്പിനായി അടുത്തിടെ നടന്ന പരീക്ഷയിൽ അംഗപരിമിതയുടെ മെറിറ്റ് പട്ടികയിൽ 1ാം റാങ്ക് നേടിയാണ് ഈ ചരിത്ര നേട്ടം താന്യ സ്വന്തമാക്കിയത്. ഇതിനെല്ലാം പ്രചോദനമായത് ആ സുപ്രീം കോടതി വിധിയാണ്. 2025 ഭിന്നശേഷിക്കാർക്ക് ജുഡീഷ്യൽ സർവീസിൽ അവസരം നൽകുന്നതിൽ വിവേചനം ഉണ്ടാകരുതെന്ന് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. ഈ വിധിയാണ് താന്യയുടെ ജീവിതത്തിലെ വഴിത്തിരിവായതും. വിവേചനത്തിന്റെ മതിലുകൾ തകർത്ത സുപ്രീം കോടതി വിധി താന്യയ്ക്ക് മുന്നിൽ തുറന്നിട്ടത് പുതിയൊരു ചരിത്രമായിരുന്നു. പഠനകാലത്ത് യൂണിവേഴ്സിറ്റി ടോപ്പറായി മാറിയപ്പോഴും തളിപ്പറമ്പ് ബാറിൽ അഡ്വക്കേറ്റ് KG സുനിൽകുമാറിന്റെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുമ്പോഴും താന്യയുടെ ഉള്ളിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: നീതി തേടി വരുന്നവർക്ക് തണലാകുക. വളരെ സന്തോഷമുണ്ട്. ഒരു നിയോഗമാണ് ഒരു നീതിപീഠത്തിൻ്റെ ഭാഗമാകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷമാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2025 ഒരു സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ആദ്യമായിട്ട് ഇത് ക്ലിയർ ചെയ്യുന്നത് ഞാനാണ്. പ്രൊസീജിയർ 1 ഇയർ ട്രെയിനിങ് ഉണ്ടാവും ജുഡീഷ്യൽ അക്കാഡമിയിൽ. അത് കഴിഞ്ഞിട്ടാണ് പോസ്റ്റിംഗ് വരിക. തീർച്ചയായിട്ടും വളരെ സപ്പോർട്ടീവാണ്. പാരൻസ് ആണെങ്കിലും സിസ്റ്റർ ആണെങ്കിലും നമ്മുടെ ഈ ഒരു ഡിസിഷനെ അങ്ങേയറ്റം അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താൻ തയ്യാറാക്കിയ ബ്രെയിലി കുറിപ്പുകളുമായി കോടതിയിൽ വാദിക്കുമ്പോൾ കാഴ്ചയുള്ളവരെക്കാൾ കൃത്യതയോടെ വസ്തുതകൾ നിരത്താൻ താന്യയ്ക്ക് സാധിച്ചു. കേരളത്തിന്റെ നീതിന്യായ ചരിത്രത്തിൽ തന്യനാഥൻ എന്ന പേര് ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് വലിയൊരു പാഠപുസ്തകമാണ്. പ്രതിസന്ധികൾ തളർന്നു പോകാത്ത താന്യയ്ക്ക് പൂർണ്ണ പിന്തുണയേകി അച്ഛൻ ജഗന്നാഥനും അമ്മ ബബിതയും സഹോദരി താരയും ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ നിയമന ഉത്തരവിനായി കാത്തിരിക്കുമ്പോൾ താന്യയുടെ മുഖത്ത് തെളിയുന്നത് ആത്മവിശ്വാസത്തിന്റെ പ്രകാശമാണ്. നീതിയുടെ കണ്ണുകൾക്ക് കാഴ്ചയില്ലെങ്കിലും നീതി നടപ്പിലാക്കുന്നവൾക്ക് ഉൾക്കാഴ്ചയുണ്ടെന്ന് താന്യ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു.